കുട്ടനാടൻ കായലോരത്തെ അന്തിക്കള്ള് കുടിക്കാനായി ഒരു സന്ധ്യാനേരത്തെ യാത്ര. വളരെ മനോഹരമായ പ്രകൃതി എത്ര സുന്ദരമാണെന്ന് തോന്നിപ്പോകുന്ന കാഴ്ച. കുട്ടനാട്ടിൽ കായലോരത്തുകൂടി സായം സന്ധ്യയിലെ ഒരു ജലയാത്ര. നിങ്ങളാരും ഇഷ്ടപ്പെട്ടു പോകുന്ന ഒരു യാത്രയായിരുന്നു അത്. കള്ളു കുടിക്കുക എന്ന ഉദ്ദേശം മാത്രമായിരുന്നില്ല ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത്. ഈ കായൽ പരപ്പിലൂടെ ഈ സന്ധ്യാനേരത്ത് ഇങ്ങനെ യാത്ര ചെയ്യുക, അതിൻ്റെ ഒരു സുഖം അനുഭവിക്കുക എന്നത്, അതും തീരെ ചെലവ് കുറഞ്ഞ രീതിയിൽ. വലിയ ബോട്ടുകൾ വാടകയ്ക്കെടുത്ത് 10,000-കണക്കിന് രൂപയുടെ ബോട്ടുകളൊക്കെ വാടകയ്ക്കെടുത്തല്ല ഞങ്ങൾ യാത്ര ചെയ്തത്. സാധാരണ വളരെ ചെറിയ തുകയ്ക്ക് ടിക്കറ്റ് എടുത്ത് സർക്കാരിൻ്റെ ബോട്ടിലാണ് ഞങ്ങൾ യാത്ര ചെയ്തത്. അതുകൊണ്ട് തന്നെ വെറും 12 രൂപയ്ക്കാണ് ഞങ്ങൾ ആ കായൽ പരപ്പിൽ യാത്ര ചെയ്തതെന്ന് പറയാൻ നിങ്ങൾ വിശ്വസിക്കില്ല. 12 24, അങ്ങോട്ട് 12 ഇങ്ങോട്ട് 12. ഏകദേശം 1 മണിക്കൂറോളം നേരം, 1.5 മണിക്കൂറോളം നേരം ഞങ്ങൾ ഈ കായൽ പരപ്പിലൂടെ യാത്ര ചെയ്തു. വളരെ മനോഹരമായ കുട്ടനാടൻ കായൽ തീരവും കൃഷിയിടങ്ങളുമൊക്കെ താണ്ടിക്കൊണ്ടുള്ള ഈ മനോഹരമായ യാത്രയ്ക്ക് ശേഷം ഞങ്ങളുടെ ഉദ്ദേശം അന്തിക്കള്ള് കുടിക്കുക എന്നത് തന്നെയാണ്. അതിന് ഞങ്ങൾ നേരത്തെ തന്നെ ഒരു കള്ള് ഷാപ്പ് നോക്കി വച്ചിരുന്നു. അങ്ങോട്ട് പോകുന്നതിന് മുമ്പുള്ള ചില ദൃശ്യങ്ങളാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ കാണിക്കുന്നത്. നോക്കൂ, എത്ര മനോഹരമാണ് കുട്ടനാടൻ കായൽ പരപ്പ് എന്നുള്ളത് നോക്കുക. കുറച്ച് കുളവാഴകൾ വെള്ളത്തിൽ നിറയെ ഉണ്ട് എന്നത് മറ്റൊരു കാര്യം. സൂര്യൻ ഇങ്ങനെ കായലിനെ ചുംബിക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്നത് പോലെ, കായൽ ഓളങ്ങളിൽ ചുംബിച്ചിട്ട് താഴേക്ക് ഇറങ്ങാൻ വെമ്പൽ കൊള്ളുന്നത് പോലുള്ള മനോഹരമായ ദൃശ്യം. കള്ള് ഷാപ്പിലേക്കുള്ള വഴികൾ ഞങ്ങൾ തേടുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു കള്ള് ഷാപ്പ് ഞങ്ങൾ കണ്ടെത്തി. എങ്കിൽ പോലും അതിനിടയിലൂടെയുള്ള ഈ വഴികളിലൂടെ, അതായത് ഒരു വശത്ത് കായൽ പരപ്പും ഒരു വശത്ത് ചെറിയ തിട്ടകൾ, ആ തിട്ടയിലൂടെയുള്ളൊരു യാത്ര വളരെ മനോഹരമാണ്. അതുകൊണ്ട് അതുവഴി ഞങ്ങളൊന്ന് നടന്ന് യാത്ര ചെയ്തു. തൊട്ടപ്പുറത്ത് കണ്ണെത്താ ദൂരം നിറഞ്ഞു കിടക്കുന്ന നെൽപ്പാടങ്ങളാണ്. ഫിഷിംഗ് ബോട്ടുകൾ ധാരാളം കായലിലുണ്ട്. അതോടൊപ്പം തന്നെ നല്ലൊരു ഷോപ്പിംഗ് സെൻറ്ററും കൂടിയാണ് ഈ പ്രദേശം. വിദേശികൾക്കും സ്വദേശികളുമായ സന്ദർശകർക്ക്, യാത്രികർക്ക് ഇഷ്ടമുള്ളത് വാങ്ങാനും ഭക്ഷിക്കാനുമുള്ള സൗകര്യങ്ങൾ ഇവിടെയുണ്ട്. നിരവധി ഹൗസ് ബോട്ടുകൾ ഇവിടെ, നല്ല കടകൾ ഇവിടെയുണ്ട്. ഒരു നല്ല സന്ദർശന സ്ഥലമാണ്, നല്ലൊരു ടൂറിസ്റ്റ് കേന്ദ്രമാണ്, നല്ലൊരു കച്ചവട കേന്ദ്രവും കൂടിയാണ് ഈ കുട്ടനാട്, ഈ കാവാലം പ്രദേശത്താണ് ഞങ്ങൾ ഉള്ളത്. ബോട്ടുകൾ, നിരവധി ഹൗസിംഗ് ബോട്ടുകൾ, ഇങ്ങനെ എണ്ണമറ്റ ഹൗസിംഗ് ബോട്ടുകൾ ഇങ്ങനെ കായലിൽ നടക്കുന്നുണ്ട്. വീണ്ടും ഞങ്ങളൊരു ബോട്ട് യാത്ര തുടങ്ങി. അടുത്ത യാത്ര, ഞങ്ങളുടെ ഉദ്ദേശം സന്ധ്യയോടടുക്കുന്നു. ഇനി കള്ള് ഷാപ്പിലേക്ക് എത്തുക എന്നത് തന്നെയാണ്.
ലിസിയോ പള്ളിയുടെ അവിടെ നിന്ന് ഞങ്ങൾ യാത്ര തിരിച്ചു. ഇപ്പോൾ കായൽ യാത്ര മതിയാക്കി ബോട്ടിൽ ഞങ്ങൾ ലിസിയോ പള്ളിയിൽ ബോട്ട് ചെട്ടിൽ ഇറങ്ങി. അവിടെ നിന്നും അടുത്ത ബോട്ടിൽ കയറി കള്ളുഷാപ്പിലേക്കാണ് പോകുന്നത്. ഈ കള്ളുഷാപ്പിലേക്കുള്ള യാത്ര സൗജന്യമാണ്. കള്ളുഷാപ്പിൻ്റെ വകയാണ് ഈ വള്ളമുണ്ട്, ബോട്ടുണ്ട്, അല്ലാതെ കൊതുമ്പുവള്ളമുണ്ട്, എല്ലാമുണ്ട്. ഏതിൽ വേണമെങ്കിലും കൂടുതൽ ആൾക്കാർ കള്ളുഷാപ്പിലേക്ക് വരാനുണ്ടെങ്കിൽ അവർ ഒരുപാട് പേര് ഇരിക്കാൻ പറ്റുന്ന ബോട്ടയക്കും. നമ്മളെ 4-5 പേരെ ഉള്ളെങ്കിൽ ഇതുപോലത്തെ ചെറിയ വള്ളമയക്കും. അതെല്ലാം ഫ്രീ ആണ്. കള്ളുഷാപ്പ് ഈ ബോട്ട് കെട്ടിയിട്ട് നമ്മൾ എവിടെയാണോ നിൽക്കുന്ന അവിടെ വന്ന് നമ്മളെ വിളിച്ച് കള്ളുഷാപ്പിലേക്ക് കൊണ്ടുപോകും. തിരിച്ച് നമ്മുടെ കള്ളുഷാപ്പിൽ ഭക്ഷണമെല്ലാം കഴിഞ്ഞ് തിരിച്ച് അവരതുപോലെ നമ്മൾ നിന്ന ബോട്ട് ജെട്ടിയിലേക്ക് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ബോട്ട് ജെട്ടിയിലേക്ക് അവർ കൊണ്ട് വിട്ടത്. ഇപ്പോൾ നമ്മൾ കള്ളുഷാപ്പിലേക്കുള്ള യാത്രയാണ്. ആ ദൂരെ കാണുന്നതാണ് കള്ളുഷാപ്പ്. അവിടെ ഒരു ഹൗസിംഗ് ബോട്ടും സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്തും കള്ളുഷാപ്പ് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അതിലിരുന്ന് കഴിക്കണം. ഈ ഹൗസിംഗ് ബോട്ടിലിരുന്ന് പിന്നെ ഭക്ഷണം കഴിക്കണം, കള്ളു കുടിക്കണം എന്നാഗ്രഹിക്കുന്നവർക്ക് അതിലിരുന്ന് കഴിക്കാം. അതല്ലെങ്കിൽ തൊട്ടപ്പുറത്ത് നമ്മളെ നാടൻ രീതിയിലുള്ള കള്ളുഷാപ്പുണ്ട്. അവിടെ സന്ധ്യയായി അവിടെ നെയിം ബോർഡിൽ പ്രകാശം തെളിഞ്ഞു കഴിഞ്ഞു. ഞങ്ങൾ കള്ളുഷാപ്പിൻ്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ കള്ളുഷാപ്പിൻ്റെ വക വള്ളമാണ്, യന്ത്രം ഘടിപ്പിച്ച വള്ളം. അതിലാണ് ഞങ്ങൾ വന്നത്. ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങി കള്ളുഷാപ്പിലേക്കാണ് യാത്ര. ഇളം കള്ളും അല്ലെങ്കിൽ മുറ്റം കള്ളുമുണ്ട്, ഈവനിങ് കള്ളുകുടി കഴിഞ്ഞു. ഞങ്ങൾ കള്ളുകുടിച്ച ദൃശ്യങ്ങൾ പകർത്താൻ ഞങ്ങൾ തയ്യാറായില്ല. അത് പകർത്താൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ എന്തുകൊണ്ടോ ഇവിടെ ഉള്ളവർ അത് പകർത്തണ്ട എന്ന് പറഞ്ഞതുകൊണ്ട് കള്ളുകുടി പകർത്തിയിട്ടില്ല. കള്ളുകുടി കഴിഞ്ഞ് ഏകദേശം നേരം ഇരുട്ടി കായലിലൂടെ തിരിച്ച് അവരുടെ കള്ളുഷാപ്പിൻ്റെ വക ബോട്ടിൽ തന്നെ പോവുകയാണ്. ബോട്ട് ഓടിക്കുന്നവൻ ഒരു ടോർച്ച് ലൈറ്റ് ഉപയോഗിച്ചാണ് ഈ ബോട്ട് വരുന്നത്. ദൂരെ നിന്ന് വരുന്ന ബോട്ടുകൾക്ക് സിഗ്നൽ കാണിക്കുന്നത്. മാത്രമല്ല വഴി നോക്കുന്നതും ഈ ടോർച്ച് തെളിച്ച് തന്നെയാണ്. ടോർച്ച് തെളിച്ച് നമ്മുടെ ലിസിയോ പള്ളി, നമ്മൾ വന്ന് കയറിയ ബോട്ട് ജെട്ടിയായ ലിസിയോ പള്ളി ബോട്ട് ജെട്ടിയിലേക്ക് ഞങ്ങൾ പോവുകയാണ്. കാവാലം ലിസിയോ പള്ളി, ആ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. പ്രകാശത്തിൽ കുളിച്ചു നിൽക്കുന്ന കാവാലത്തെ ലിസിയോ പള്ളി. യാത്രാനുഭവങ്ങളും ദൃശ്യങ്ങളും കൂടുതൽ അറിയാൻ ത്രിലോക് ഭാരതി മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.